ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ പരിഗണിക്കുമെന്ന് വിവരം. തൃശൂരിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ മുരളീധരനുണ്ടായ വിഷമം മാറ്റുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനം മുഴുവൻ UDF-ന് അനുകൂലമായപ്പോഴും മുരളീധരനെ പോലൊരു നേതാവ് ഇത്ര കടുത്ത പരാജയം നേരിട്ടത് തൃശൂരിലെ സംഘടനാ പോരായ്മയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ജില്ലയുടെ പലയിടങ്ങളിലും സഹകരണ മേഖലയിലെ തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായിരുന്നു. മുരളിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഐക്യം തിരിച്ചുവരുമെന്ന പ്രതീക്ഷ തെറ്റിപ്പോയെന്ന് വ്യക്തം. സഹോദരി പത്മജ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയായി മുരളീധരന്റെ രംഗപ്രവേശം. പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കിയില്ലെന്നത് സത്യമാണെങ്കിലും വോട്ടർമാർക്കിടയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടു. അടുത്തത് മുരളീധരൻ എന്ന പ്രചാരണവും പിന്നാലെയുണ്ടായി. പാലക്കാട് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കാനാണ് സാധ്യത. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകിയേക്കും. വടകരയിലും നേമത്തും തൃശൂരിലുമടക്കം പാർട്ടി പറഞ്ഞിടത്തെല്ലാം എതിരു പറയാതെ മത്സരിച്ച കെ മുരളീധരൻ തൃശൂരിൽ തോൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുരംഗത്തിലെന്ന് സങ്കടത്തോടെ പറഞ്ഞാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് തോൽവിയോട് പ്രതികരിച്ചത്. മുതിർന്ന നേതാക്കൾ പലരും ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കുന്നുണ്ടെങ്കിലും വിഷമം മാറിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായൊരു പദവി മുരളിക്ക് നൽകണമെന്നാണ് മുന്നണി നേതാക്കൾ പോലും പറയുന്നത്. റായ്ബറേലിയിലും ജയിച്ച രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിലെ അംഗത്വം രാജിവെച്ചാൽ കെ മുരളീധരൻ വരട്ടെയെന്നാണ് നിർദ്ദേശം. മുൻപ് DIC കാലത്ത് ഇരുമുന്നണികൾക്കുമെതിരെ മത്സരിച്ച് മിന്നുന്ന പ്രകടനം വയനാട്ടിൽ മുരളീധരൻ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ മാത്രമേ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പരിഗണിക്കൂ. എന്നാൽ വയനാട്ടിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറാകുമോ എന്നതും നിശ്ചയമില്ല. ആലത്തൂരിൽ തോറ്റ രമ്യ ഹരിദാസിനെ ചേലക്കരയിൽ മത്സരിപ്പിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട്. ആലപ്പുഴയിൽ തോറ്റ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ വിജയിച്ച ചരിത്രമാണ് പിൻബലം. എന്നാൽ തോൽവിയുടെ കാര്യകാരണങ്ങളിൽ പാർട്ടിയിൽ കലാപമുയർന്നാൽ സാധ്യത മങ്ങും. ഷാഫി പറമ്പിൽ ഒഴിയുന്ന പാലക്കാടാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലവേദന. ഫോട്ടോ ഫിനിഷിംഗിലാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത്. BJP നിയമസഭയിലേക്ക് വിജയപ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലമാണ് പാലക്കാട്. അതിനാൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലൊരു നേതാവ് വേണം മണ്ഡലം നിലനിർത്താൻ എന്നതാണ് ചിന്ത. ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്ന പേരും രാഹുലിന്റേത് തന്നെയാകും.